അതൊരു ഏറ്റവും വലിയ വെല്ലുവിളിയല്ലേ. നമ്മൾ എത്രയോ സിനിമകൾ അഭിനയിക്കുമ്പോൾ ആ ഒരു എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തമാശയ്ക്കാണെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വസിച്ച് എന്ന് പറയുന്നത് 100% ശരിയല്ലേ. മറ്റൊരു ജോലിയും പോലെ ഇങ്ങനെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടിങ്ങനെ ഇന്ന ഇന്ന സമയത്ത് നമ്മൾ ഒരു പടം ഇറക്കിയാൽ ഓടും, അല്ലെങ്കിൽ ഇന്ന ഇന്ന രീതിയിലെടുത്താൽ ഓടും. എന്താ ഉള്ളത്? അങ്ങനൊന്നും ഇല്ലല്ലോ. ഇതൊരു ഗാംബ്ലിംഗ് പോലെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മളൊരു പടം ചെയ്യുന്നു, അത് റിലീസ് ചെയ്യുന്നു. ഓടിയാൽ ലാഭം കിട്ടും, ഇല്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു റെഗുലർ പ്രൊഡ്യൂസേഴ്സ് കുഴപ്പമില്ല, അവർക്ക് പറ്റും. അടുത്തൊരു നല്ല പടം ചെയ്താൽ തിയേറ്റേഴ്സിനും അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലാഭം വരുന്ന രീതിയിലാക്കാൻ പറ്റും. അവർക്ക് സ്ഥിരമായൊരു ടീമുണ്ടാവും. ഇതൊന്നുമില്ലാതെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ റിസ്ക് അല്ലേ. ആ റിസ്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ നമ്മളൊരു പടം ചെയ്തിട്ട് ഇത്രയും ഗ്യാപ്പ് എടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഉണ്ട്, അതുണ്ടാവും. ഇലക്ഷൻ വരുന്നു, അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സിനിമ റിലീസ് ചെയ്തതെന്ന് പറഞ്ഞു. കേരളത്തിലെ ഇലക്ഷൻ എങ്ങനെ നോക്കിയാണ്? അല്ല, ഇലക്ഷൻ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ഏറ്റവും വലിയൊരു പ്രോസസ്സല്ലേ അത് അനിവാര്യമാണ് താനും. പല സ്ഥലങ്ങളിലും പല രീതിയിലാണെന്നും മാത്രം. അപ്പോൾ കേരളത്തിലെ ഇലക്ഷനെ മാത്രമായിട്ട് നോക്കിക്കാണാനില്ല. നമ്മളെ ഭരണങ്ങളും വികസനവും അല്ലെങ്കിൽ അതൊക്കെ വളരെ വലിയ വലിയ ഉത്തരങ്ങൾ പറയേണ്ടതല്ലേ. നമ്മൾ ഈ ചെറിയ ഒരു വട്ടം സിനിമ, അതിനകത്ത് നിന്നുകൊണ്ട് സിനിമയ്ക്കകത്തെ രാഷ്ട്രീയം പോലും മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയം എന്നുള്ള വാക്ക് തന്നെ വല്ലാതെ നമ്മൾ പറയും, സിനിമയ്ക്ക് പുറകിലെ രാഷ്ട്രീയം, ഈ കച്ചവടക്കാർക്ക് പുറകിലെ രാഷ്ട്രീയം. അപ്പോൾ രാഷ്ട്രീയം എന്നുള്ള വാക്ക് തന്നെ എല്ലായിടങ്ങളിലും ഉപയോഗിച്ച് തുടങ്ങി. പണ്ടൊരൊറ്റ സൈഡിലല്ലേ പറയുമായിരുന്നുള്ളൂ. അപ്പം അതിനെക്കുറിച്ചെന്തോ വലിയ കാര്യങ്ങൾ പറയാൻ ഇഷ്ടംപോലെ പാണ്ഡിത്യമുള്ളവരുണ്ട്. എനിക്ക് ഈ പടത്തെക്കുറിച്ച് മാത്രം എന്തെങ്കിലും ചോദിച്ചാൽ പറയാം. അങ്ങനെ അതെ, ഈ സിനിമ അതാണ് രാഷ്ട്രീയ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സട്ടയർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പൊളിറ്റിക്കൽ സട്ടയർ തന്നെയാണ്. പക്ഷെ എന്നാൽ അത് മാത്രമല്ല, അതിനകത്ത് കുറേയൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ, അത് ഇപ്പോൾ ലൈവായിട്ടുള്ളൊരു നമ്മൾ അങ്ങനെയൊക്കെ അനുഭവത്തിൽ നിന്നൊരു കഥ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ അങ്ങനെയുള്ള സീൻസ് ഒരുപാടുണ്ടാവും. അത് നമ്മൾ റിലേറ്റ് ചെയ്യും. പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന നമ്മുടെ ഇപ്പോൾ നിങ്ങളെപ്പോലെ എല്ലാവർക്കും അത് മനസ്സിലാവും. ഇതാണല്ലോ നമ്മൾ അവിടെ നടന്നതുപോലെയാണല്ലോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നടന്ന പോലെയാണല്ലോ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അതൊക്കെ ഉണ്ട്. ഈ പ്രേക്ഷകർ ഉർവശിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ ടൈപ്പ് ഉണ്ട്, ഒരു തമാശ അല്ലെങ്കിൽ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ അങ്ങനത്തെ ഒരു സിനിമയാണ്. അങ്ങനെ ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും ഒരു പ്രത്യേക ഘട്ടം വരെ അങ്ങനെയൊക്കെ തന്നെയാണ്. സ്വന്തമായിട്ട് പൊരുതി ജീവിക്കണം എന്നൊക്കെയുള്ള, അപ്പോൾ അതിനുവേണ്ടി ചെറിയ ചെറിയ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നതൊക്കെ അങ്ങനെ നമുക്ക് ഒരു ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ കുറേ കഴിയും തോറും കുറേശ്ശെ ജീവിതത്തിൽ ഇങ്ങനെ അഫക്റ്റഡ് ആവും തോറും അതിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു രീതിയിലേക്ക് പോകുന്ന പോലെയാണ് വരുന്നത്. എന്നാലും അടിസ്ഥാനപരമായിട്ട് ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സ്ത്രീ ആയതുകൊണ്ടുള്ള മണ്ടത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.